അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം, ശുഐബ് നബി ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്ന കാലഘട്ടം, വിരലിലെണ്ണാവുന്ന മുസ്ലിമുകൾ മാത്രമുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധകനായ പ്രവർത്തകനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അന്നുണ്ടായിരുന്ന ചില മേലാളന്മാര് പ്രവാദിമാര് വിളിച്ചു പറഞ്ഞു, قال الملأ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ് ആധുനിക കാലഘട്ടത്തിലെ പൂർവ്വമാരുടെ അധികാരികളുടെ ധിക്കാരികളുടെ പ്രവാദിമാരുടെ ഏതെങ്കിലും ചില വർഗീയത തലയ്ക്ക് പിടിച്ച ഭ്രാന്തൻ പ്രസ്താവനകൾ കൊണ്ട് ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ടുന്നതില്ല. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആൻ പറയുകയാണ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം, ഖാലൽ മലഉൽ ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി, ശുഐബ് നബിയുടെ കാലഘട്ടത്തിലെ ഭരണാധികാരികളെന്ന് വിളിച്ചു പറഞ്ഞു, ലനുഖ്രിജന്നക യാ ശുഐബ്, ഏ ശുഐബ്, നിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും. ശുഐബ്, മുസ്ലിമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള നാടാണ്, ഇത് ഞങ്ങൾക്ക് മാത്രം സ്വാതന്ത്ര്യമുള്ള നാടാണ്. അതുകൊണ്ട് ശുഐബ്, ലനുഖ്രിജന്നക യാ ശുഐബ്, ഏ ശുഐബ്, നിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും. മാത്രമല്ല, വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ, നിന്നോടൊപ്പമുള്ളതായ മുസ്ലിമീങ്ങളെയും ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും. ശുഐബ്, മുസ്ലിമുകളെ ഈ നാട്ടിൽ ഞങ്ങളെ വെച്ച് പൊറുപ്പിക്കില്ല, മുസ്ലിമുകളെല്ലാം ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞു പ്രസ്താവന ഇറക്കുന്ന ഭരണകൂടത്തെ പറ്റി, പ്രഭാരിമാരെ പറ്റി, അതേ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ, ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ ആട്ടി പുറത്താക്കുന്നതാ. ഇനി അതല്ല, ഇവിടെ നിങ്ങൾക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് താമസിക്കണമെന്ന ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. അതല്ല എന്തിനോ നിങ്ങൾക്കവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് മുസ്ലിമുകളെ നോക്കി ഭയപ്പെടുത്തിയ ഒരു ഭരണകൂടത്തെപ്പറ്റി പരിചയപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആൻ. പറയാ എന്താ? ശുഐബ് നബിയോട് മുസ്ലിങ്ങളോട് അന്നത്തെ ആളുകൾ പറഞ്ഞു, ഖാലൽ മലഉൽ ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി. ഖുർആൻ പറയാ, അഹങ്കാരികളായ ചില മേലാളന്മാർ. ഇത് ഒരാളുടെ പ്രസ്താവനയല്ല, പല ഭാഗത്തുനിന്നും പലരും ഇത് പറയും. അഹങ്കാരികളായ ഈ മേലാളന്മാരെന്ന് പറഞ്ഞു, ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏ ശുഐബേ, നിന്നെയും ഈ മാപ്പിളമാരെയൊക്കെ ഞങ്ങൾ പുറത്താക്കും. ഹിന്ദുസ്ഥാനി ഇത് പറ്റൂല, വേണേ പാകിസ്ഥാനിൽ പൊക്കോണം. ഇതിന്നോ ഇന്നലെയല്ല, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമൂഹത്തെ നോക്കി രാജ്യത്തെ ഭരണകൂടം പറഞ്ഞതാ, ഇവിടെ ഒന്നും ജീവിക്കാൻ പറ്റൂല, വേണേ ഇവിടുന്ന് പൊക്കോണമെന്ന്. ഇവിടെ ചിന്തിച്ചോക്കെ. ഇപ്പൊ ഇവിടെ ഇന്ത്യ രാജ്യത്തൊക്കെ പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ പറയുന്നില്ലേ, മുസ്ലിം ഇവിടെ ഞങ്ങൾ മാത്രം മതി, മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം, ക്രിസ്ത്യാനികളൊക്കെ വത്തിക്കാനിൽ പോകണം. ആരാ പറയുന്നത്? നമുക്കൊക്കെ ഈ രാജ്യത്തിന്റെ മുന്നിൽ അഭിമാനപൂർവ്വം എടുത്തു പറയാൻ നമുക്കൊക്കെ ഒരു പാരമ്പര്യമുണ്ട്, നമുക്കൊക്കെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ എന്താ ഇവിടെ പിന്നെ എന്താ അത്? ഒരാള് ഈ സിനിമകളിലൂടെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നു. എന്താ? മേജർ രവി. പിന്നെ 1977 ഇപ്പോ കാണ്ഡഹാറും അതൊക്കെ കഴിഞ്ഞിട്ട് മുസ്ലിങ്ങളെ 77 72 മുസ്ലിങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കുക. ഇയാളെ സിനിമയൊക്കെ കാണിച്ചിട്ട് പ്രത്യേകിച്ചും മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെയൊക്കെ ഇന്ത്യയോടുള്ള ദേശക്കൂറ് പഠിപ്പിക്കുക. എന്നാ ഇവിടെ എന്താ നമ്മൾ അറിയണം, മേജർ രവിയുടെ അപ്പാപ്പൻ ഇവിടെ വള്ളിനിക്കറിട്ടുകൊണ്ട് നടക്കുമ്പോ മലപ്പുറത്തിന്റെ മണ്ണില് പോർച്ചുഗീസുകാർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്ന തന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ പിടിച്ചിരുത്തിയിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞ ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ പിൻഗാമികളെ
ഇവിടുത്തെ സംഘപരിവാർ ദേശസ്നേഹം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ഖുർആനികൾ ആയത്തുകളോടി ഈ രാജ്യത്തെ മുസ്ലിമുകൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തൽ നിങ്ങളുടെ ബാധ്യതയെന്ന് പഠിപ്പിച്ച ഷാ മുഹദ്ദിസ് വലിയുള്ളാഹി ദഹ്ലവിയുടെ പിൻഗാമികൾക്ക് സംഘപരിവാരം ദേശസ്നേഹം പഠിപ്പിക്കുക. ഖുർആനോദി ആയത്തുകളോദി ഫിഖ്ഹും ഹദീസും മുന്നിൽ വെച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവാർപ്പണം നടത്തൽ മുസ്ലിമുകളുടെ നിർബന്ധ ബാധ്യത എന്ന് പഠിപ്പിച്ച ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയുടെ പിൻഗാമികളെ സംഘപരിവാരം ദേശസ്നേഹം പഠിപ്പിക്കുന്നു. നമുക്ക് പറയാൻ ഒരുപാട് മുൻഗാമികളുടെ പാരമ്പര്യമുണ്ട്. ഖാസിം നാനൂത്തബിയുടെ പാരമ്പര്യമുണ്ട്, റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ പാരമ്പര്യമുണ്ട്, അഷ്റഫ് അലി താനവിയുടെ പാരമ്പര്യമുണ്ട്. ബ്രിട്ടീഷുകാരന്റെ തീരുപ്പുന്ന തോക്കിംഗ് കുടലുകളെ മാറോട് ചേർത്ത് വെച്ച് ധൈര്യം ഉണ്ടെങ്കിൽ വെച്ചടാ വെടി എന്ന് പ്രഖ്യാപിച്ച ഷഹീദ് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവിയുടെ പാരമ്പര്യമുണ്ട്. തലയോട്ടിയിൽ വെടിയുണ്ട് തുളച്ചു കയറി തലവിളന്നുകൊണ്ട് ഷഹാദത്ത് വരിച്ച മൗലാന മുഹമ്മദ് മാമിൻ ഷഹീദിന്റെ പാരമ്പര്യമുണ്ട്. സയ്യിദ് അഹമ്മദ് ഷഹീദിന്റെ പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യമാണ് മുസ്ലിമുകളോട്. ഹിന്ദുസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുന്നവർക്ക് എന്ത് പാരമ്പര്യമാണുള്ളത്? ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ പട്ടാളം കടന്നു വരുന്ന വഴികളിൽ അവരുടെ കൂട്ടരി ശബ്ദം കേട്ടിട്ട് പേടിച്ചോടുന്ന ഭാഗങ്ങളിൽ ഒരു പഴത്തൊലിയിൽ ചവിട്ടി മറിഞ്ഞു വീണ് തലവൊട്ടി ചത്തുപോയ ഓരോരുത്തന്റെയെങ്കിലും പാരമ്പര്യം പറയാനുണ്ടോ? അവരാ പറയുന്നത് ലനുഖ്രിജന്നക യാ ശുഐബു വല്ലദീന ആമനൂ മഅക മിൻ ഖറീഖിനാ. ഇവിടെ നിന്നൊക്കെ വിട്ടോണം, ഇവിടെ പറ്റൂല. നമ്മൾ തിരിച്ചറിയേണ്ടത് ഖുർആൻ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്ന് എന്തിനാ? ഇതൊക്കെ ഇനിയും കേൾക്കും, ഇതൊക്കെ ഇനിയും പലരും പറയും. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇവിടെ ജീവിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങളിവിടെ ജീവിക്കാൻ നമ്മൾ അനുവാദം തരാം. എങ്ങനെയാണെന്നറിയോ? ലതഊദുന്ന ഫീ മില്ലത്തിന, ഞങ്ങളുടെ മതത്തിലേക്ക് മടങ്ങി വരണം. എങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് മടങ്ങി വന്നാൽ ഇവിടെ ജീവിക്കാം. ആ പദപ്രയോഗം പോലും നമ്മൾ ചിന്തിക്കണേ. ലതഊദുന്ന, മടങ്ങി വരിക. വാപ്പസ് കരോ, ഗർ വാപ്പസി, അതേ പദപ്രയോഗം പറഞ്ഞാൽ ഖുർആനിൽ മുൻകാല ഫറോവമാർ എന്ത് പദപ്രയോഗം നടത്തിയോ അതങ്ങനെ തന്നെ ഇപ്പൊ ചില ആളുകളെടുത്ത് നടത്തുക. നമ്മൾ ഇതൊക്കെ കേട്ട് അമ്പരക്കണോ? നമ്മൾ ഇതൊക്കെ കേട്ട് പേടിക്കേണ്ടതുണ്ടോ? ഫറോവമാരെ വ്യക്തമായി ഖുർആൻ വരച്ചു കാട്ടുന്നു. വിശ്വാസികൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിലൂടെ. വിശ്വാസികൾ ഇതിലൂടെ കുറെ പഠിക്കാനുണ്ട്, കുറെ മനസ്സിലാക്കാനുണ്ട്. റസൂലുള്ള പറഞ്ഞതിൽ എല്ലാ കാലത്തിലും ഇവന്മാരുണ്ടാവും. മൂസാ നബിയുടെ കാലം കൊണ്ടൊന്നും തീരൂല്ല. എല്ലാ കാലത്തിലും ഫറോവമാരുണ്ടാവും. ഇവന്മാരുടെയൊക്കെ സ്വഭാവവും പ്രവർത്തനങ്ങളും പ്രസ്താവനകളും വ്യക്തമായി ഖുർആൻ പരിചയപ്പെടുത്തി തരിക. വ്യക്തമായി ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരിക എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫറോവയ്ക്കൊരു പ്രധാനപ്പെട്ട തന്ത്രം ഉണ്ടായി. അതായത് പൊതുജനത്തിന്റെ ഇടയിൽ മുസ്ലിമുകൾക്കെതിരെ പൊതുജനത്തെ തിരിക്കുന്നതിന് വേണ്ടി ഫറോവ ഇറക്കുന്ന ചില തന്ത്രങ്ങളുണ്ടായി. പൊതുജനത്തിലേക്ക് വന്ന് ഫറോവ പ്രസംഗിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാണ്, ഫറോവ പൊതുജനത്തിന്റെ ഇടയിലേക്ക് വന്നിട്ട് പ്രസ്താവന നടത്തുകയാണ്, പ്രസംഗിക്കുകയാണ്. യാ ഖൗം, അല്ലയോ പ്രിയപ്പെട്ട ദേശവാസികളെ, അലൈസ ലീ മുൽക്കു മിസ്റ വഹാദിഹിൽ അൻഹാർ തജ്രി മിൻ തഹ്തി. അലൈസ ലീ മുൽക്കു മിസ്റ, ഈ രാജ്യത്തിന്റെ പരമാധികാരം നമുക്ക് മാത്രമുള്ളതല്ലയോ? ഇവിടെ പരിപൂർണ സ്വാതന്ത്ര്യം നമുക്ക് മാത്രമുള്ളതല്ലയോ? ഇതും നമ്മുടെ മാത്രം രാജ്യമാണ്. വർഗീയതയുടെ ദേശീയവാദവും കൊണ്ട് ഫറോവ വരികയാണ്. എന്നിട്ട് പൊതുജനത്തോട് വിളിച്ചു പറയുകയാ, ഈ രാജ്യത്തിന്റെ പരമാധികാരം നമുക്ക് മാത്രമുള്ളതല്ലേ എന്ന് മാത്രമല്ല, ഇവിടുത്തെ നദികൾ പോലും ഒഴുകുന്നതും നമുക്ക് വേണ്ടിയിട്ടല്ലേ? ഇവിടുത്തെ നദികൾ ഒഴുകുന്ന
ഒഴുകുന്നത്, ഇവിടുത്തെ പുഴകൾ ഒഴുകുന്നത്, ഇവിടുത്തെ ജലാശയങ്ങൾ പോലും നമുക്കുള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യം മാത്രമല്ല പ്രകൃതി പോലും നമുക്ക് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് ആരൊക്കെയാ പ്രകൃതിയെ വടങ്ങുന്നില്ലയോ, ആരൊക്കെയാ പ്രകൃതിക്ക് കീഴ്പ്പെടുന്നില്ലയോ, അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ്, അവരൊക്കെ രാഷ്ട്രദ്രോഹികളാണ് എന്ന് തന്റെ രാജ്യത്തിന്റെ ഇടയിലേക്ക് പൊതുജനത്തിലേക്ക് കടന്നു വന്ന് അപകടകരമായ വർഗീയതയുടെ പ്രസ്താവനകൾ നടത്തുന്ന ഫറോവയെ പരിചയപ്പെടുത്തുന്ന ഖുർആൻ. ഒന്ന് ചിന്തിച്ചോക്കെ, അലൈസലി മുൽക്കു മിസ്ര, ഈ രാജ്യം നമുക്കുള്ളതാ. രാജ്യം മാത്രമല്ല, വഹാദിയിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഇവിടുത്തെ പുഴകൾ പോലും പ്രകൃതിയൊക്കെ നമുക്കുള്ളതാ. 1-2 വർഷം മുമ്പ് ആലപ്പുഴയിൽ ഒഗാടി വന്നിട്ട് പ്രസംഗിച്ചില്ലേ, ഇവിടുത്തെ കടലുകളൊക്കെ നമുക്കുള്ളതാണ്, അതുകൊണ്ട് നമ്മളല്ലാത്ത ഒറ്റ ഒന്നിനെയും മീൻ പിടിക്കാറക്കരുത്. വഹാദിയിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ശശികലയുടെ ഒരു ലേറ്റസ്റ്റ് പ്രസംഗം ഉണ്ടല്ലോ, ആറ്റിങ്ങലിലെ കടലിന്റെ കേട്ടിട്ടുണ്ടാവും. കടലിന്റെ കാര്യത്തിൽ പോലും അത് അവരുടേത്, അത് നമ്മുടേതായിരുന്നു, അവര് പിടിച്ചെടുത്തു. ആറ്റിങ്ങലിലെ കടലൊക്കെ മാപ്പിളമാര് കൊണ്ടുപോയി. കോരാന്ന് പറയുന്നൊരു മീനുണ്ട് നമ്മുടെ നാട്ടില്. ആ മീൻ യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല. മലപ്പുറത്തെ പൊന്നാനിയിലെ കാക്കമാര് ആ മീനെ പിടിച്ചിട്ട് മാപ്പിളക്കോരമാരാക്കി മതം മാറ്റിയ. മീനിന്റെ കാര്യത്തിൽ പോലും ഫറോവ എന്ന് വെറും പുഴകളുടെ കാര്യം പറഞ്ഞു. ഇത് പുഴയിൽ ജീവിക്കുന്ന മീനുകളുടെ വിഷയത്തിൽ പോലും വർഗീയത പറയുന്ന ചില ആളുകളെ നമ്മളിന്ന് കാണുമ്പോൾ ചിന്തിച്ചോക്കെ. പ്രകൃതി, സൂര്യൻ നമ്മുടേതാണ്. അതുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റാത്തവരൊക്കെ നാട് വിട്ടുപോകണം. ഭൂമി നമ്മുടെ ദേവതയാണ്. അതുകൊണ്ട് ഭൂമി ദേവിയെ വണങ്ങാത്തൊരു പൊക്കോണം. ഭാരതം നമ്മുടെ ദേവിയാണ്. അതുകൊണ്ട് ഭാരതാംബയെ വണങ്ങാത്തവർ, വന്ദേമാതരം പാടാത്തവർ പൊക്കോണം. പശു നമ്മുടെ അമ്മയാണ്, ദൈവമാണ്. അതുകൊണ്ട് പശുവിനെ ആരാധിക്കാത്തവരൊക്കെ പൊക്കോണം. ഇത് ഫറോവമാരുടെ ഒരു തന്ത്രമാണ്. ഇതിങ്ങനെ പറഞ്ഞു നടക്കും, പ്രസംഗിച്ചു നടക്കും. ഇത് നമ്മൾ ഈ ശത്രുക്കളുടെ, ഈ മുൻകാലത്തുള്ള ശത്രുക്കളുടെ കുതന്ത്രങ്ങളൊക്കെ നോക്കിയാൽ, ലൂത്ത് നബിയുടെ, നൂഹ് നബിയുടെ കാലത്തൊക്കെ ഇസ്ലാം ഇങ്ങനെ പ്രചരിച്ചിങ്ങനെ പോകുമ്പോൾ ഇതിനെതിരെ ആരെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോ അന്ന് ആ കാലത്തില് ഇസ്ലാമിനെതിരെ മെയിനായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇല്ലാ അജൂസം ഫിൽ ഗാബിരീൻ, ഇല്ലാ അജൂസം ഫിൽ ഗാബിരീൻ. ആ നാട്ടിലെല്ലാം ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പ്രസംഗിച്ച് ഒരു മെലിഞ്ഞുണങ്ങിയ പേട്ട് കിളവി പെണ്ണുമ്പിള്ള ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മൾ ഈ സൂറത്തുൽ ലഹബ് പാരായണം ചെയ്യാറുണ്ട്. അതിലിങ്ങനെ നമ്മള് അബൂലഹബിന്റെ കാര്യം മാത്രമല്ല ഖുർആൻ അതിൽ പറയുന്നത്, അബൂലഹബിന്റെ പെണ്ണുമ്പിള്ളയുടെ കാര്യം പറയുന്നത്. വമ്രഅതുഹു ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ ഉമ്മു ജമീല, അവരുടെ ഒരു അടയാളം. തഫ്സീറുകളിലൊക്കെ അവളെ പറ്റി പറയുന്നത് വകാന തംശി ബിൻ നമീമ, മക്കയുടെ ഒരതിർത്തിയിൽ നിന്ന് മറ്റൊരതിർത്തി വരെ. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ, അതുപോലെ നമ്മുടെ നാട്ടിന്റെ അതിർത്തി, മക്കയുടെ ഒരതിർത്തി മുതൽ മറ്റൊരതിർത്തി വരെ വകാന തംശി ബിൻ നമീമ, ഇസ്ലാമിനെതിരെ പരദൂഷണം പറഞ്ഞുകൊണ്ട് ഈ പെണ്ണുമ്പള ഇങ്ങനെ പ്രസംഗിച്ച് നടക്കും. അവരുടെ അടയാളം ഖുർആൻ പറയുന്നുണ്ട്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, അവരുടെ കഴുത്തിൽ ചകിരിനാര് കൊണ്ട് ഒരു ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഉമ്മു ജമീല കഴുത്തിലാണ് ചരട് കെട്ടിയത്. ഇന്നിപ്പോ അത് കൈ കെട്ടിക്കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആ ഒരു ബന്ധം നമ്മൾ തിരിച്ചറിയണം. ഖുർആനെ ഇങ്ങനെയൊക്കെ വായിക്കാൻ കഴിയണം. അല്ലാഹ് അല്ലെങ്കിൽ എന്തിനാ ഈ ചരട് കെട്ടി നടന്നത് പോലും പടച്ചോൻ പറഞ്ഞു, എന്തിനാ ഒരാഴ്ച അതങ്ങ് ഒഴിവാക്കിക്കൂടെ? അവളുടെ കഴുത്തിൽ ചകിരിനാര് കൊണ്ടൊരു ചരടുണ്ടെന്ന് പോലും പടച്ച തമ്പുരാൻ പറഞ്ഞെങ്കിൽ അതിലൊക്കെ വ്യക്തമായ ബോധം മുസ്ലിം സമൂഹത്തിനുണ്ടാകണം. ഉമ്മു ജമീല കഴുത്തിൽ കെട്ടിക്കൊണ്ട് നടന്നത് ഇന്നത്തെ ആളുകൾ കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുക, വർഗീയത പറഞ്ഞുകൊണ്ട്. പക്ഷേ അള്ളാഹു പറയുന്നുണ്ട്, ഈ ഫറോവയുടെ കാലത്ത് എല്ലാവരും ഫറോവയെ പേടിച്ച് ജീവിക്കുക, ആരുമില്ല. മൂസാ നബി ഇസ്ലാമിന്റെ പ്രബോധനവും പ്രവർത്തനവും നടത്തുമ്പോൾ ഫറോവ എന്ന ഭരണാധികാരിക്കെതിരെ പ്രവർത്തിക്കാൻ അന്ന് മൂസാ നബിയോടൊപ്പം കുറച്ച് ചെറുപ്പക്കാരാണ്.
ഒരു യുവജന മുന്നേറ്റം. ചെറുപ്പക്കാർ, ഞങ്ങള് ഭരണകൂടത്തെ ഭയപ്പെടില്ല, ഞങ്ങൾ അതിനെതിരെ പ്രവർത്തിക്കും. ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം ഖുർആൻ പറയുന്നുണ്ട്. ഫറോവയുടെ കാലത്ത് എല്ലാവരും അവനെ പേടിച്ചു, ഇസ്ലാമിനെ വിട്ടഴിഞ്ഞു, ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല. അവന്റെ പോലും ഓശാനവാടി. ഫറോവയുടെ കൊട്ടാരത്തിൽ കുറെ ആളുകളുണ്ടായിരുന്നു. മൂസാ നബിയെ തറപറ്റിക്കാൻ വേണ്ടി അവർ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. അവസാനം മൂസാ നബി ഒരു പുത്തൻവാദിയാണെന്ന് വരുത്തണം. അതിനവർ ചോദിച്ചു ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, എങ്കിൽ ഈ മുൻഗാമികളെയൊക്കെ പറ്റിയിട്ട് നിന്റെ അഭിപ്രായം എന്താ മൂസ? അപ്പൊ അങ്ങനെയാണല്ലോ, ഫറോവയുടെ പക്ഷം ചേരുന്നവരൊക്കെ മുൻഗാമികളായ മഹത്തുക്കളുടെ ആളുകൾ. അവരൊക്കെയാണ് മശായിഖന്മാരെ അംഗീകരിച്ച സൂഫികളും വലിയ വലിയ ആളുകളും ഒക്കെ. ഫറോവയെ എതിർക്കുന്നവരൊക്കെ മുൻഗാമികളെ തള്ളിക്കളഞ്ഞവരാണ്. മൂസാ നബിയുടെ കൊട്ടാരത്തിലെ ആലിമീങ്ങൾ മൂസാ നബിയോട് ചോദിച്ചതാ ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. ഇന്ന് ഭരണകൂടത്തെ ആരെയൊക്കെ എതിർക്കുന്നോ ആ എതിർക്കുന്നവരെ പുത്തൻവാദികളായും അതേ മുൻഗാമികളുടെ പാരമ്പര്യത്തെ തള്ളിക്കളയുന്നവരായും ചിത്രീകരിക്കാൻ ഇന്ന് ഒരു ഉപകം ആളുകൾ കർമ്മരംഗത്തേക്ക് വരികയാ. അള്ളാഹുവിന്റെ ഖുർആൻ ഇതൊക്കെ സ്പഷ്ടമായി പരിചയപ്പെടുത്തി തരികയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്. ഫറോവയുടെ കാലഘട്ടത്തിൽ എല്ലാവരും ഫറോവയെ പേടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഫമാമനൽ മൂസാ ഇല്ലാ ദുർരിയ്യത്തുൻ മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അൻ യഫ്തിനഹും. ഖുർആൻ പറയുന്നു, ആ കാലഘട്ടത്തിൽ എല്ലാവരും ഫറോവ എന്ന അധികാരികളെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ, അവരോടൊപ്പം ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ എന്റെ സമൂഹത്തെ തിരിച്ചറിയുക. കാലഘട്ടത്തിലെ ആൺകുട്ടികളാകാൻ നമുക്ക് കഴിയട്ടെ. അല്ല പറയുകയാണ്, ഫറോവയുടെ കാലഘട്ടത്തിലെ ആൺകുട്ടികൾ അന്ന് മൂസാ നബിയോടൊപ്പം ചേർന്നുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിന്റെ ബന്ധാക്കളായി മാറാൻ, നിർഭയത്വത്തിന്റെ പ്രതിരോധത്തിന്റെ പോരാളികളായി മാറാൻ മൂസാ നബിയുടെ സമുദായത്തിൽ നിന്ന് ചില ചെറുപ്പക്കാരും മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഖുർആൻ. നിർഭയത്വത്തിന്റെ പ്രതീകങ്ങളായ ചില ചെറുപ്പക്കാർ ഈ യുവജന സമൂഹം കൂട്ടായ്മയോടുകൂടി ഭരണകൂട ഭീകരവാദത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഇസ്ലാമിക പ്രതിരോധ പ്രബോധന പ്രവർത്തനങ്ങളുടെ മാർഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ യുവ സമൂഹത്തെ പൊതുജനത്തിന്റെ മുന്നിൽ താരവെച്ച് കാണിക്കാൻ ഫറോവ എന്ന പൊതുജനത്തോട് വിളിച്ചു പറഞ്ഞത്രേ, ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനക ഔ അയ്യുനിറഫിൽ അർളിൽ ഫസാദ്. ഈ ജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൂസയും കുറെ ചെറുപ്പക്കാരും ഇവിടെ ഇസ്ലാം പറഞ്ഞു നടക്കുന്നുണ്ട്, അവകാശം വേണമെന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്, ന്യൂനപക്ഷത്തിന്റെ വിമോചനത്തിന് വേണ്ടി നടക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അവരെ തിരിച്ചറിയുക, അവരാരെന്നറിയുമോ? ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനക, ഞാൻ ഭയപ്പെടുകയാ, അവരല്ല നിങ്ങളെ നിർബന്ധിച്ചും മതം മാറ്റിക്കളയുമോ എന്ന്. പ്രതിരോധത്തിന്റെ പ്രബോധനത്തിന്റെ വട്ടാക്കള് ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നവരാണ്. അവര് നിങ്ങളെ നിർബന്ധിച്ച് മതം മാറ്റുന്നവരാണ്. ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനക, നിങ്ങളെ അവരെ നിർബന്ധിച്ച് മതം മാറ്റിക്കളയുന്നതാ. അയ്യുനിറഫിൽ അർളിൽ ഫസാദ്, അതല്ല എങ്കിലോ അങ്ങനെ നിങ്ങളെയൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് അവരിവരിൽ തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാക്കുകയാ. ലൗ ജിഹാദും റോമിയോ ജിഹാദുമൊക്കെ ആദ്യമായി ഇസ്ലാമിനെതിരെ പ്രയോഗിച്ചത് ഫറോവ എന്ന ഭരണാധികാരി എന്ന ഖുർആൻ. ലൗ ജിഹാദിന്റെ റോമിയോ ജിഹാദിന്റെ വാദഗതികളുമായി ആദ്യമ കടന്നു വന്ന ഫറോവ മൂസാ നബിയോടൊന്ന് ഫറോവ ചോദിച്ചില്ല, മൂസ അജ്അതനാ ലിതുഖ്രിജനാ മിൻ അർദിനാ ബിസിഹ്രിക യാ മൂസ, ഏ മൂസ, ഞങ്ങളെ വശീകരിച്ചിട്ട്, ഞങ്ങൾക്കിടയിലും മാരണം ചെയ്തിട്ട്, ഞങ്ങളെ മനസ്സമാക്കിയിട്ട്, ഞങ്ങളെയൊക്കെ മുസ്ലിമാക്കിയിട്ട് ഈ രാജ്യത്ത് നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ നീ ശ്രമിക്കുന്നോ മൂസ?
ഫറോവയാണ്. ചെറുപ്പക്കാരുടെ ഈ പ്രബോധനവും പ്രതിരോധവും ഒക്കെ കണ്ടപ്പോ ട്രിക്കുമായിട്ട് ഇറങ്ങി. ലവ് ജിഹാദ്, റോമിയോ ജിഹാദ്, ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനക്കും, നിങ്ങളെയൊക്കെ നിർബന്ധിച്ച് മതം മാറ്റുക, വിരട്ടി പേടിപ്പിച്ച് മതം മാറ്റുക. അപ്പോ നാക്കിർ നായിക്കിനെതിരെയുള്ള കുറ്റം എന്താ? കണ്ണുരുട്ടിയിട്ട് മതം മാറ്റുക. ആ മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യനെ ഇങ്ങനെ കുറെ തടിമാടന്മാരെ കൊണ്ടുവരുത്തി ഇങ്ങനെ കണ്ണുരുട്ടി കാണിക്കും, അവരൊക്കെ അങ്ങ് മുസ്ലിമാണ്. ചിന്തിക്കണം. ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനക്കും, നിങ്ങളെയൊക്കെ കണ്ണുരുട്ടി കാണിച്ചിട്ട് മതം മാറ്റുമെന്ന് ഞാൻ പേടിക്കുക. ഫസാദ്, ഏറ്റവും വലിയ ഭീകരവാദിയായ ഫറോ പറയാ, എന്നിട്ട് ഇവിടെ തീവ്രവാദം ഉണ്ടാക്കാൻ പോവാണവരെ. ഞാനീ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് ഖുർആൻ പറഞ്ഞൊരു ഫറോവയാണ്. ഖുർആൻ പറഞ്ഞ ഫറോവയാണ്. നിങ്ങൾ വേറൊന്നും ഇതിൽ കരുതണ്ട. ഖുർആൻ എന്തു പറഞ്ഞു? ഖുർആനിനെ അതിന്റേതായ ശൈലിയിൽ, രൂപത്തിൽ ചർച്ച ചെയ്യാൻ നിലവിൽ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. ആ ഖുർആനിന്റെ ഒരു ചരിത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി അഖാഫു അയ്യുബദ്ദിലക്കും, നിങ്ങളെ പേടിപ്പിച്ച് മതം മാറ്റിക്കളയും. മൂസാ നബിയോട് ചോദിച്ചു, മൂസ അജിത്തന ലിതുഖ്രിജന മിൻ അർളിന ബിസിഹ്രിക, യാ മൂസ, നീ ഞങ്ങളെ വശീകരിച്ചിട്ട് മതം മാറ്റാൻ വന്നയാണല്ലേ? പ്രേമിച്ച് മതം മാറ്റിയ ലവ് ജിഹാദ്, റോമിയോ ജിഹാദ്. മെയ് 5 മുതൽ 12 വരെ ലവ് ജിഹാദിനെതിരെ ക്യാമ്പയിൻ നടത്തുകയാണ്. ലവ് ജിഹാദിനെതിരെ മുസ്ലിമീങ്ങൾ ഇവിടെ മതം മാറ്റിയാ നിർബന്ധിച്ച് മുസ്ലിം ചെറുപ്പക്കാരൊക്കെ ഒന്ന് കുടിച്ചൊരുങ്ങി പൗഡറൊക്കെ ഇട്ട് നല്ലൊരു ടീഷർട്ടും പാന്റും ഒക്കെ ഇട്ട് താടിയൊക്കെ ഒന്ന് ചീകി മുടിയൊക്കെ ഒന്ന് ചീകി ഒരു ബൈക്കിലൂടെ ഇങ്ങനെ നടന്നാൽ ഞങ്ങളുടെ പെമ്പിള്ളരൊക്കെ എന്ന് അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കാന്നാ പറയും. എന്താ ചെയ്യുക? അത് പിന്നെ വേറൊരു വിഷയമുണ്ട്. ഈ മുസ്ലിം ചെറുപ്പക്കാര് എന്തായാലും ഒന്ന് കുടിച്ചൊരുങ്ങിച്ച് പൗഡറൊക്കെ ഇട്ട് താടിയൊക്കെ ചെയ്ത് എന്തായാലും കാണാനൊരു സൗന്ദര്യം ഉണ്ടാവും. സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെ കണ്ടാൽ ചിലപ്പോൾ ആരെങ്കിലും നോക്കിപ്പോകും. ഈ പറയുന്നവർക്ക് ഈ പറയത്തക്ക സൗന്ദര്യമൊന്നുമില്ല എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അസൂയ കൊണ്ട് പറയുന്നതാണ് എന്നുള്ളത് വ്യക്തമായി നമുക്കറിയാം. കാരണം ഭരണകൂടവും അന്വേഷണ ഉദ്യോഗസ്ഥര് പോലും അതേ വ്യക്തമായി തള്ളിക്കളഞ്ഞ ഒരു അപവാദമാണ് ഈ ലവ് ജിഹാദ്, റോമിയോ ജിഹാദൊക്കെ കൃത്യമായി തള്ളിക്കളഞ്ഞാണ്. ഇന്നും അത് വെച്ചിട്ട് കളിക്കുക ഭരണകൂടത്തിന്റെ ആളുകൾ, ഫറോവയുടെ ഭരണകൂടത്തിന്റെ ആളുകൾ അന്ന് ചെയ്തതുപോലെ. നാം തിരിച്ചറിയേണ്ടത് ഹബീബായ റസൂല് പറഞ്ഞ പോലെ ഫറോവമാര് തിരിച്ചെത്തിക്കഴിഞ്ഞു. ഖുർആൻ പറഞ്ഞ പോലെ ഈ ഫറോവയുടെ ശവം പോലും അല്ലാഹു സൂക്ഷിച്ചു വെച്ചത്. നമ്മൾ ഇതിലൂടെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ പഠിക്കാനോ ചിന്തിക്കാനോ മുസ്ലിം ഉമ്മത്ത് തയ്യാറാകുന്നില്ല.